ഹലോ ഗായ്സ്, ഈ കൊച്ചു ചെറുക്കനെ മനസ്സിലായോ? വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് വിജയ്. വീട്ടിൽ അമ്പാടിയെന്ന് വിളിക്കുന്ന വിജയ്. ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 12/11. ചേട്ടന് ഏറ്റവും വിഷമമുള്ള ബർത്ത്ഡേ ആയിരുന്നു ഈ വർഷത്തേത്. കാരണം ചേട്ടൻ്റെ അച്ഛനില്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് വെറും 4 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് ചേട്ടൻ്റെ എല്ലാ ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കാരണം കല്യാണത്തിന് മുമ്പ് ചേട്ടൻ്റെ ബർത്ത്ഡേകളൊന്നും കുറച്ച് പേരുടെ വിഷിൽ മാത്രം ഒതുങ്ങി പോകുന്നതായിരുന്നു. ചേട്ടൻ അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷമാണ് ചേട്ടൻ ആദ്യമായിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് ചേട്ടൻ അങ്ങനെ ആഘോഷങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള ചേട്ടൻ്റെ എല്ലാ ബർത്ത്ഡേക്കും നമുക്ക് കേക്ക് കട്ട് ചെയ്യണം, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്ന്. പക്ഷേ ഈ വർഷം എനിക്കും എന്തോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നിയില്ല. അച്ഛനില്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ചേട്ടൻ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്ന പെർഫെക്റ്റ് ഹസ്ബൻഡില്ലേ, അത് ശരിക്കും അതുപോലെ തന്നെയാണ് ചേട്ടൻ. എൻ്റെ സങ്കടത്തിലും എൻ്റെ സന്തോഷത്തിലും എല്ലാത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഇതൊന്നും ഞാൻ വെറും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ചേട്ടനെ അറിയാവുന്നവർക്കെല്ലാം അറിയാമായിരിക്കും. ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ കൂടെ നിഴലായിട്ട് എപ്പോഴും കാണും. അപ്പം ചേട്ടൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എപ്പോഴും എനിക്കതെന്തൊരു എൻ്റെ ബർത്ത്ഡേ പോലെ തന്നെ എനിക്കൊരു സ്പെഷ്യലാണ്. അപ്പോൾ എനിക്കതൊരു ചെറിയ സെലിബ്രേഷൻ ഇല്ലാതെ ആ ദിവസം അങ്ങ് കളയുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചേട്ടനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലപ്പുഴയിലെ ട്രെൻഡ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആക്ച്വലി ഞങ്ങൾക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരത്തെ ഞാൻ ഡ്രസ്സ് എടുത്തു. ഇതാണ് ഞാൻ എടുത്ത ടീഷർട്ട്. കാരണം എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ആ റിസപ്ഷന് പോകാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് എടുത്തു. ഇത് നമ്മുടെ അമ്പലപ്പുഴയിലുള്ള ട്രെൻഡ്സാണ്. പിന്നെ ഒരു ജീൻസ്. ചേട്ടനായിട്ടൊന്നും വാങ്ങിക്കില്ല, ജീൻസ് ഒന്നും വാങ്ങിക്കുന്നതേ ഇഷ്ടമല്ല. അപ്പം ആ ഷർട്ടിൻ്റെ തന്നെ ലാർജും മീഡിയം ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ആദ്യം നോക്കിയത് മീഡിയം, ഇത് ലാർജും. കുറച്ച് വലുതായിട്ടിരുന്നോട്ടെ എന്ന് കരുതി നമ്മൾ ലാർജ് തന്നെയാണ് എടുത്തത്. പിന്നെ അത് വെച്ചിട്ടുള്ള കുറച്ച് ഷോ ഓഫ്. പിന്നെ നമ്മളൊരു ജീൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ചേട്ടൻ്റെ സൈസ് 34 ആയിരുന്നു. പക്ഷെ നമുക്കിഷ്ടപ്പെടുന്നതിൻ്റെ 34 കാണത്തില്ല. അപ്പോൾ പിന്നെ 36 നോക്കും. അപ്പോൾ അത് ലൂസായിരിക്കും. അങ്ങനെ നോക്കി എന്തായാലും ഒരു ജീൻസും അവിടുന്ന് സെറ്റായിട്ടുണ്ട്. ഈ ജീൻസ് അല്ല കേട്ടോ എടുത്തത്. നമ്മൾ ജസ്റ്റ് എടുത്ത ജീൻസ് ഞാനിവിടെ കാണിക്കുന്നില്ല. ഇതായിരുന്നു നമ്മൾ ആ റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്ന ഫോട്ടോ കേട്ടോ. ഇതാണ് നമ്മൾ എടുത്തിരുന്ന ജീൻസും ടോപ്പും. പിന്നെ 12 മണിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. 12/11 അതാണ് ചേട്ടൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 11:59 ചേട്ടൻ സൈഡിൽ ഉറക്കമായി. എന്തായാലും എനിക്ക് 12 മണിക്ക് വിഷ് ചെയ്തിട്ട് ഉറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും ഞാനങ്ങനെ 12 മണിക്ക് എനിക്ക് ആദ്യം വിഷ് ചെയ്യണം എന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ 12 മണിയാവാൻ വെയിറ്റ് ചെയ്തു. എനിക്കാദ്യം വിഷ് ചെയ്യണമല്ലോ, അപ്പോൾ 12 മണി വരെ ഉറങ്ങാതിരുന്നല്ലേ പറ്റും. അങ്ങനെ ഇപ്പോൾ 12 മണിയാവും. ഞാൻ ആദ്യം വിഷ് ചെയ്തു ചേട്ടനെ. പിന്നെ അന്ന് ചേട്ടന് ഇഷ്ടമുള്ള പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചേട്ടന് ഇലയടയാണ് കൊടുത്തത്. ചേട്ടന് ഇഷ്ടമുള്ള സാധനമല്ല, ഇഷ്ടമുള്ള ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം നമ്മുടെ വിജയമ്മ ആൻറ്റി ചേട്ടന് ഇലയടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ഈ മധുര പലഹാരങ്ങളോട് താല്പര്യമില്ല. അപ്പം ഞാൻ ബ്രെഡ് റോസ്റ്റാണ് കഴിച്ചത്. ചേട്ടന് ബ്രെഡ് റോസ്റ്റ് അല്ല, ബ്രെഡ് ടോസ്റ്റ്. ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറ്, സാമ്പാർ, തോരൻ ഉണ്ടായിരുന്നു, മത്തി വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വെജ് കേട്ടോ. പിന്നെ രാത്രി നമുക്ക് വെളിയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി രാത്രി ഫുഡ് കഴിക്കാൻ വെളിയിൽ പോയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടാനത്തുള്ളൊരു അനസ് തട്ടുകടയുണ്ട്. ഇതിനു മുമ്പ് ഞാൻ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനസ് തട്ടുകടയിൽ പോയി ഒരു അൽഫാം കഴിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ചേട്ടനെയും കൊണ്ട് ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അനസ് തട്ടുകടയിലോട്ട് വിട്ടു. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ വൈബ് എന്ന് പറയുന്നൊരു ഫുഡ് കോർട്ട് വന്നതുകൊണ്ട് ഇവിടെ ഒന്നും അധികം തിരക്കുണ്ടായിരുന്നില്ല. എന്നാലും കുറേ സ്റ്റുഡൻസ് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും, അവരൊക്കെ വന്ന് അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ അനസ് തട്ടുകടയിൽ വന്നു. ആ ബാക്കിൽ നിൽക്കുന്ന ചേട്ടനാണ് നമ്മുടെ അനസ് തട്ടുകടയുടെ ഓണർ. അനസ് എന്നായിരിക്കുമല്ലോ പേര്. അതൊന്നും എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ ഞാൻ ചുമ്മാ പറയുന്നത്. പിന്നെ കുറച്ച് ഷോ ഓഫ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ അൽഫാം വരാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചിട്ടുമ്പോൾ കുറേ സ്റ്റുഡൻസ് പിള്ളേരൊക്കെ വരുന്ന കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അൽഫാമും എത്തി. ചേട്ടൻ വെജിറ്റേറിയൻ ആണല്ലോ. ഞങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് പോൾസാണ്.
ചേട്ടൻ മസാല ദോശ കഴിച്ചാൽ ഞാൻ അൽഫാം കഴിക്കും, അങ്ങനെയാണ് സ്ഥിരം. അപ്പോൾ ചേട്ടൻ നല്ല മസാല ദോശയായിരുന്നു എന്ന് പറഞ്ഞു. മസാല ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. ഞാനൊരു അൽഫാം കുബൂസ് മാത്രമേ കഴിച്ചുള്ളൂ, എനിക്ക് അത്രയൊക്കെ പോവും. അപ്പോൾ അങ്ങനെ അൽഫാമൊക്കെ കഴിച്ചു, മസാല ദോശയും കഴിച്ചു. പിന്നെ നമുക്ക് എന്ത് കഴിച്ചാലും ലാസ്റ്റ് ഒരു ലൈം മസ്റ്റാണ്, അതെവിടെ പോയാലും അതെ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് ഒരു ലൈം കൂടി കഴിച്ചു, അവസാനിപ്പിച്ചു. ഇതായിരുന്നു ഈ വർഷത്തെ ചേട്ടൻ്റെ ഒരു കുഞ്ഞു ബർത്ത്ഡേ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഈ ബർത്ത്ഡേയിലില്ല, നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് കുഞ്ഞു സംഭവങ്ങൾ, അത്രയേ ഉള്ളൂ. അതൊക്കെയായിരുന്നു ഈ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ. ഇനി ചേട്ടന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഈ ബർത്ത്ഡേ എങ്ങനെ ഇരുന്നു? ചേട്ടന് സത്യം പറഞ്ഞാൽ വിഷമമുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്താ ഈ വർഷത്തെ ബർത്ത്ഡേ പറ്റി പറയാനുള്ളത്? രണ്ടും ആക്കി പറഞ്ഞാൽ മതി. അച്ഛനില്ലാത്ത ബർത്ത്ഡേ, അതുകൊണ്ട് കേക്കൊന്നും മുറിച്ചില്ല. പിന്നെന്താ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് രാത്രിയിലത്തെ ഫുഡ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. ചേട്ടൻ ഇനി ഒരുപാട് ബർത്ത്ഡേകൾ എൻ്റെ കൂടെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നമ്മുടെ അമ്പലപ്പുഴ കണ്ണനെ സാക്ഷിയാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെ വിടുതരെ പറയുന്നത്. അപ്പോൾ ചേട്ടൻ ഒരുപാട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കുട്ടപ്പനായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.